എല്ലാവർക്കും നമസ്കാരം. ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അത് രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടം മുതൽ തന്നെ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും. എല്ലാ അവസ്ഥകളിലും എല്ലാ രീതിയിലും രാഷ്ട്രീയ അസ്ഥിരതയും പ്രശ്നങ്ങളും യുദ്ധങ്ങളും കൊലപാതകങ്ങളും വംശഹത്യകളും ജൂതവിരുദ്ധതയും ഒക്കെ നിലനിൽക്കുന്നൊരു പ്രധാന പ്രദേശമാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഈ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് മുതൽ അധികാരത്തിൽ വന്നതിന് ശേഷവും നിരവധിയായിട്ടുള്ള വളരെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ട്രംപ് അധികാരത്തിൽ വരുന്നു എന്നത് ഘട്ടത്തിൽ തന്നെ വെടിനിർത്തൽ, പ്രത്യേകിച്ച് ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ വരുന്നു. ട്രംപ് അധികാരത്തിൽ കയറിയ ശേഷം ഇറാനെതിരെ പൂർണ്ണമായ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു. അതിനേക്കാളുമൊക്കെ ഉപരിയായി ഏറ്റവും അധികം ആളുകൾ തമ്മിൽ തർക്കത്തിൽ നിലനിൽക്കുന്ന ഗസയുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവനയും വരുന്നു. സത്യത്തിൽ ഈ ഗസ ട്രംപ് ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞത് സത്യത്തിൽ ട്രംപ് വെച്ചൊരു കെണിയാണ്. അതായത് ഈ ഇസ്രായേൽ ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഈ മോഡറേറ്റ് രാഷ്ട്രങ്ങൾ എന്ന് ഇസ്ലാമിസ്റ്റ് രാഷ്ട്രങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളൊക്കെ മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷേ കൃത്യമായി ഗസയിൽ തൊട്ട് സംസാരിച്ചപ്പോൾ സൗദി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ എന്തായാലും അവരുടെ തനിസ്വരൂപം കാണിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഖൊമേനിയെക്കുറിച്ചാണ്. ഇറാൻ ഇങ്ങനെ ആളുകളെ നമ്മൾ ചില വാക്കുകളിലൊക്കെ പറയില്ലേ, കെടാൻ പോകുന്നത് ഈ ആളിക്കത്തുമെന്നും, അല്ലെങ്കിൽ ഈ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഈ നമ്മളെ കൊണ്ട് തള്ളിയിട്ട് കൊടുക്കും ചില പ്രശ്നങ്ങളിലേക്ക്, എന്നിട്ട് അവർ ഒന്നും അറിയാത്ത പോലെ കൈകെട്ടി നിൽക്കുന്ന ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമേനി. എന്തായാലും ആ വിഷയത്തിലേക്ക് കിടക്കാം. തന്നെ അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വലിയൊരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. ഇറാനോടാണ് പറഞ്ഞത്, തന്നെ വകവരുത്തിയാൽ പിന്നെ ഇറാനിലൊന്നും ബാക്കി ഉണ്ടാവില്ലെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇറാനെതിരായി ഉപരോധം കർശനമാക്കുന്ന ഉത്തരവിൽ ഒപ്പുവെച്ച് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപിൻ്റെ ഭീഷണി കഴിഞ്ഞ ദിവസം വന്നത്. നേരത്തെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇറാനെതിരെ കൈക്കൊണ്ട നടപടികൾ അദ്ദേഹം വീണ്ടും കർശനമാക്കുമെന്നൊക്കെ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നാൽ തങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് സത്യത്തിൽ USഉം ഇറാനും തമ്മിൽ എന്ന് അറിയാം. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നാട്ടുകാരെ ഇങ്ങനെ ആവേശം കൊള്ളിച്ച് പുലിമടയിലേക്ക് കയറ്റിവിടുന്ന പോലെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് എല്ലാ ഘട്ടത്തിലും പെരുമാറുന്നത്. ഇനിയും തങ്ങൾക്കെതിരെ ഭീഷണി തുടർന്നാൽ തിരിച്ചടിക്കുമെന്നും അതിനൊരു മടിയുണ്ടാവില്ല എന്നുമൊക്കെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവായുള്ള അയത്തുള്ള ഖൊമേനിയുടെ പ്രസ്താവന. എന്തായാലും യുദ്ധം നടത്താൻ പുറകിൽ നിന്നും ഇല്ലാത്ത ഊർജ്ജം കൊടുത്ത് ഹമാസിനെ ഹിസ്ബുള്ളയും ഒക്കെ സത്യത്തിൽ ഖൊമേനി ഒരു പരിധിവരെ തീർത്തിരിക്കുകയാണ്. ഹമാസിൻ്റെ നല്ലൊരു നേതൃനിരയിലില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ, അത് സെൻവറും അടക്കമുള്ള എല്ലാ നേതാക്കളെയും ഇസ്രായേൽ കൊല്ലുന്ന സാഹചര്യമുണ്ടായി. ഹിസ്ബുള്ളയുടെ വാർത്തകൾ പോലും കേൾക്കാനില്ലാത്ത സാഹചര്യമുണ്ടായി. അപ്പോൾ ഇവരെയെല്ലാം ഈ പ്രോക്സി യുദ്ധത്തിലൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇനിയും ഖൊമേനിക്ക് മതിയായില്ല. അടിസ്ഥാനപരമായി ജൂതന്മാരോടുള്ള ഒരു വിരുദ്ധത അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ കാരണഭൂതൻ എന്നൊരു പ്രയോഗമുണ്ട്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് കളിയാക്കാൻ എടുക്കുന്നൊരു പ്രയോഗമാണെങ്കിലും എന്തൊക്കെ പ്രശ്നമുണ്ടായാലും കാരണഭൂതനായി ഒരാൾ ഉണ്ടാവുമെന്ന് പറയുന്ന പോലെയാണ് ഈ വിഷയത്തിൽ എന്തായാലും ഖൊമേനിയുടെ അവതാരപ്പിറവി. എന്നാൽ അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയും. ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിൽ സത്യത്തിൽ വിറളി പൂണ്ടിരിക്കുകയാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ. ആ സമയത്ത് തന്നെയാണ് കെടാൻ പോകുന്നതിന് മുൻപുള്ള ഈ ഖൊമേനിയുടെ ആളിക്കത്തൽ. ഈ ഗാസ ഇടിച്ചു നിരത്തിയ ഇടമാണ്, അവശേഷിക്കുന്നതും പൂർണ്ണമായും നിരത്തും. അവിടെ ഇനി ഹമാസ് ഉണ്ടാവില്ല. ഗാസ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണ്, അമേരിക്ക അത് സ്വന്തമാക്കും, മനോഹരമായി പുനർനിർമ്മിക്കും എന്നൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രഖ്യാപനങ്ങൾ. ഗാസ പുനർനിർമ്മിക്കാൻ മധ്യപൂർവ്വ ദേശത്തെ മറ്റ് സമ്പന്ന രാജ്യങ്ങളെ US അനുവദിക്കുമെന്നും എന്നാൽ ഹമാസിന് മടങ്ങിവരവ് അനുവദിക്കില്ല എന്നുമൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ട്രംപ് അത് പറഞ്ഞതിൽ അയാൾക്ക് എന്ത് തരത്തിലാണ് ഗാസ ഏറ്റെടുക്കാനുള്ള അധികാരമുള്ളത് എന്നതിനേക്കാളൊക്കെ ഉപരിയായി മാറ്റി വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ട്രംപ് കൊടുത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മിണ്ടാതിരുന്ന പൂച്ച കളിച്ചിരുന്ന പല പ്രമുഖ രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുക, എന്താണ് അവരുടെ നിലപാടെന്ന് അറിയിക്കുക. പ്രധാനമായും രണ്ടാമത്തെ കാര്യം, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ടൂളാണ് ഗസയിലെ കണ്ണുനീർ. അപ്പോൾ ഗസയിൽ കണ്ണുനീർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് നോക്കി കരയും? അതായത് ദാരിദ്ര്യം തീർന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പറയുന്ന പാർട്ടിക്കാർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഖൊമേനി എടുത്ത് പ്രയോഗിക്കുന്ന ഈ ഒരു പ്രയോഗമുണ്ടല്ലോ, ഞങ്ങൾ ഇനിയും തിരിച്ചടിക്കും, അതായത് അവർക്കിനി ആൾബലമില്ല, സായുധബലമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോലും അവസാന ശ്വാസം വരെയും ഈ അന്യമത വിരോധവും
എടുത്തു പ്രയോഗിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മസ്തിഷ്കമിരിക്കുന്ന ഖൊമേനിക്കൊക്കെ സത്യത്തിൽ 60,000-60,000-ഓളം ആളുകൾ മരിച്ചിട്ടും മതിയായില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇവരെപ്പോഴും പറഞ്ഞത് 60,000-ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അയൺ ഡോം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇപ്പുറത്ത് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പക്ഷത്തുണ്ടാവുന്ന ആളുകളുടെ മരണസംഖ്യ ഇതിനേക്കാൾ വലുതായിരുന്നേനെ. എന്നാൽ 1979 ഇറാൻ വിപ്ലവത്തിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് ഇറാൻ പരമോന്നത നേതാവ് തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും കാരണഭൂതനായി എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ 79 ഇറാനിലെ വിപ്ലവം, ഇസ്ലാമിക വിപ്ലവം സത്യത്തിൽ അത്രയും നാളും ഉണ്ടായിരുന്ന നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും വ്യക്തി സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമൊക്കെ അനുവദിച്ചിരുന്ന ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇസ്ലാമിക വിപ്ലവം അന്ന് നടപ്പിലായത്. അതുതന്നെയാണ് ഇവരുടെ ആവശ്യവും. എല്ലാ അർത്ഥത്തിലും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ടൂളായി ആ പ്രദേശത്തെ മുഴുവൻ മാറ്റുക എന്നുള്ളതാണ്. എന്തായാലും ഒരു സൈഡിൽ നെതന്യാഹുവും മറ്റൊരു സൈഡിൽ ഈ പറഞ്ഞതുപോലെ ട്രംപും ഇരിക്കുന്ന സാഹചര്യത്തിൽ അത് എന്തായാലും നടക്കാൻ പോകുന്നില്ല. ആ വെച്ച വെള്ളം വാങ്ങി വെച്ചേക്ക് എന്ന് തന്നെയായിരിക്കും ട്രംപ് പറയാൻ പോകുന്നത്. ആകത്തുകയിൽ നമ്മുടെ നാട്ടിലെ കാരണഭൂതന്മാരെ പോലെ ഇറാനിലെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ കാരണഭൂതനായി മാറുകയാണ് ഖൊമേനി എന്ന കാര്യത്തിൽ കുറച്ചുകൂടി തെളിവുകൾ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിർത്തട്ടെ.